ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത്. അരുളി ചെയ്യുവാനിരിക്കുന്നവരെ സാക്ഷ്യം പറയുന്ന കൃത്യനായിട്ടാണ്. അപ്പോൾ ഭവനം ചമയ്ക്കുന്നല്ലേ ആരാ? നമ്മുടെ കർത്താവാണ്. നമ്മുടെ എബ്രായ ലേഖനം 1:2 വായിക്കുമ്പോൾ ദേവാസന ഹീബ്രൂസ് 1-2 1:2 വായിക്കുമ്പോൾ അത് ക്ലിയർ ആവും. വായിച്ചാട്ടെ. ദൈവം പണ്ട് ഭാഗമായിട്ട് വിധമായിട്ട് പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ സകലതും ദൈവ മുഖാന്തരം ഉണ്ടായത് പറയും. പിതൃപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൽ ചമയ്ക്കപ്പെട്ടതാണ് എല്ലാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭവനവും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പണിയിച്ചതാണ്. സംഭവം ശരിയാണ്. ഇതിന്റെ ചമചന പുറകുള്ള ശില്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ചമച്ചവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. എപ്പോഴും നമുക്ക് നന്മ വരുമ്പോഴേ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഞങ്ങൾ കർത്താദാസന്മാർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരെന്ത് ചെയ്യുന്നു? എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യം, ഇതിന് പുറകിലുള്ള കരൻ ബോധ്യമാണ് മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിലും കർത്താവ് ക്രമീകരിക്കും. മുന്നേ അവന്റെ രാജ്യവും നീതി നമ്മുടെ മുൻപിൽ ഞാനെന്റെ കർത്താവിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് പോയില്ല. പ്രതിസന്ധികൾ പ്രതികൂല എങ്ങനെയാണ് പറയുന്നത്? Seek ye first the kingdom of God and his righteousness. All these things shall be added to you. Seek ye first. ഇതൊരു ഒരുപാട് ആൾക്കാർക്കും ജീവിതങ്ങൾക്കും മനസ്സിലായിട്ടില്ല. അവര് പ്രയോറിറ്റി തിരിച്ചിടുകയാണ്. Seek ye first all these things ആണ്. അവർ അവസാനത്തിലേക്കാണ് ദൈവത്തിലേക്ക് പറയുന്നത്. എന്തോ മനുഷ്യകാരം പരാജയപ്പെടുമ്പോഴാണ് ദൈവത്തിലേക്ക് അവർ തിരിയെത്തുന്നത് എന്നുള്ള വചനം അങ്ങനെയല്ല പറയുന്നത്. Seek ye first the kingdom of God and his righteousness and all these things shall be added. അപ്പൊ നമ്മളിലേക്ക് അത് ആഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് വന്നു. നന്മയും കരുണയും പിന്തുടരുന്നു. അതിനെ ഫോളോ ചെയ്യുക. That is not the right way. Right way is follow Jesus. Everything will be added. There is an addition. Who is adding? Who is adding? This is our master, our savior, our everything. നമ്മുടെ കർത്താവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം. അതിപ്പോ പ്രത്യേകിച്ച് സിസ്റ്ററോട് പറയേണ്ട കാര്യമില്ല. സിസ്റ്ററുള്ള ബന്ധത്തിൽ ഈ വചനം വന്ന് എന്താണെന്ന് അറിയാമോ? അത് ഓർക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ ഇനിയും അതുപോലെ തന്നെ ചമച്ചവനെ എന്ത് ചെയ്യുക? ഓരോ പണിഞ്ഞു ഒത്തിരി പേര് ഇതിനകത്ത് അധ്വാനിച്ചു എല്ലാം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മനസ്സിലെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ട്.